ബീഫ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെ പിടിച്ചു നിർത്തി തുറപ്പിച്ച് ബീഫ് കുത്തിക്കയറ്റുന്നു. അതിപ്പോൾ ഇന്ന് വലിയ ട്രോൾ മെറ്റീരിയലായി മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ആ ട്രോളിലൂടെയെങ്കിലും ഈ സിനിമയുടെ ആശയാളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു നുണ പറയുക, ഒരു പ്രൊപ്പഗൻഡ ഫിലിം ഉണ്ടാക്കുക എന്നുള്ളതല്ല. വെറുപ്പിന്, വിദ്വേഷത്തെ ഒരു കച്ചവട വസ്തുവായി ഇന്ത്യയിൽ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. വെറുപ്പ് ഒരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി തന്നെയായി മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഉൽപ്പാദനത്തിൽ വളരെ പിന്നോട്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. 10-12 വർഷമായിട്ട് നമ്മുടെ ഉൽപ്പാദന മേഖല മോശമാണ്. ഇൻഡസ്ട്രിയും കൃഷിയും രണ്ടും മോശമാണ് എന്നാണ് പൊതുവായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ ദിനംപ്രതി കൂണ് പോലെ വർദ്ധിച്ചു വരുന്നു. സിനിമകൾ തന്നെ വെറുപ്പ് ഉൽപ്പാദന ഫാക്ടറികളാവുന്നു. അതിന് ഭരണകൂടം പിന്തുണ കൊടുക്കുന്നു, ഇൻസെൻറ്റീവ് കൊടുക്കുന്നു, സബ്സിഡി കൊടുക്കുന്നു, ടാക്സ് കട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടാക്സൊക്കെ ഒഴിവാക്കി കൊടുത്തിരുന്നു ഇത്തരം സിനിമകൾക്ക് ചിലതിന് കേന്ദ്ര സർക്കാർ. യുപിയിലൊക്കെയും ടാക്സ് ഒഴിവാക്കി കൊടുത്തിരുന്നു രാജ്യത്തിന് വേണ്ടിയല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സിനിമകളെ ഭരണകൂടം പിന്തുണയ്ക്കുന്നു, അതൊരു ഇൻഡസ്ട്രിയായി മാറുന്നു. ആ ഇൻഡസ്ട്രിയായി മാറിയിരിക്കുമ്പോൾ കേരളം അതിനോട് ഇന്ന് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാരണം ഇത് കേരളത്തെക്കുറിച്ചാണ് പച്ചക്കള്ളം പറയുന്നത്. കേരളത്തിൽ ഒരു പെൺകുട്ടിയെയും തുറന്ന് ബീഫ് കുത്തിക്കയറ്റില്ല. അതിന് കാരണം എന്താ? കിട്ടാനില്ല. ബീഫ്, യഥാർത്ഥ ബീഫ് കിട്ടാനില്ല. നമ്മൾ പോത്തിന് ചോദിച്ചു തന്നാൽ നമുക്ക് വല്ല മൂല്യമൊക്കെയാണ് തരുന്നത്. അപ്പോൾ നല്ല ബീഫ് കിട്ടാനില്ലാത്തൊരു സംസ്ഥാനത്ത്, ബീഫിന് വൻ ഡിമാൻഡുള്ള സംസ്ഥാനത്ത് ഒരാളെ നിർബന്ധിച്ച് തിരിയില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ കേരളം എങ്ങനെയാണ് ഈ സിനിമയോട്, ഇപ്പോൾ കേരളത്തിൽ ഈ പടം കാര്യമായിട്ട് ഓടാൻ പോകുന്നില്ല, കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ OTT വരുമ്പോൾ കാണുന്നവരുണ്ടാവും, അതിനെ പോരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഉറപ്പാണ്. പക്ഷേ ഒരു പൊതു കേരള സമൂഹം ഒരിക്കലും ഈ സിനിമയെ സ്വീകരിക്കില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ തങ്ങളുടെ സംസ്ഥാനത്തെ ഇങ്ങനെ ഒരു പ്രൊപ്പഗൻഡ വഴി അപമാനിക്കുന്ന ഒരു സിനിമയ്ക്കും അതിൻ്റെ രണ്ടാം പാർട്ടിനുമെതിരെ ഒരു സംസ്ഥാനം എങ്ങനെ പ്രതികരിക്കുന്ന ഒരു ക്വസ്റ്റ്യനുണ്ട്. ഇത് അതർവൈസ് ഇത് തമിഴ്നാടിനെ കുറിച്ചാണ് ഈ സിനിമ വന്നിരുന്നത് കരുതുക. തമിഴ്നാട്ടിലും ബീഫ് കഴിക്കുന്ന ആൾക്കാരുണ്ട്, തമിഴ്നാടിനും ബാധകമാണ് ഈ ആരോപണങ്ങളെല്ലാം. പക്ഷേ കേരളത്തെ ടാർഗറ്റ് ചെയ്താണ് തീർക്കുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ, ഈ സിനിമയുടെ സംവിധായകനെതിരെ അവിടെ നിന്നുള്ള രാഷ്ട്രീയ സമൂഹം, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ ജനത എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അങ്ങനെ ഒരു പ്രതികരണം കേരളത്തിൽ നിന്നുണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. എവിടെയാണ്? ഞാൻ ഈ മുമ്പ് പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളിലെ ട്രോളുകൾ വഴി. ശരിക്കും യഥാർത്ഥത്തിൽ ആ ട്രോളുകൾ ആ സിനിമയ്ക്ക് കൂടുതൽ പ്രചാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് അതിനെതിരെ രാഷ്ട്രീയമായ ഒരു നിലപാട് പറയണ്ടേ? ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ കക്ഷികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും കേരളത്തെ അപമാനിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നെങ്കിലും പറയണ്ടേ? അതെന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്.